You learn to control your tongue. You're a doctor. Don't force me to act. Put your hands out first when you're standing in front of me. Just understand one thing. You're dealing with me. I am telling you, first learn to shut up when I'm talking to you. പൊതുവേ ഞാൻ വീഡിയോ ഇടുന്ന നമ്മുടെ ഹെൽത്തുമായിട്ടും അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെഡിസിനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ ഗൈനക്കോളജിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ്. ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ ക്ലിനിക്കിലോട്ട് വന്നപ്പോൾ ഞാൻ ഈ ഗോവയിലെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആ വീഡിയോ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. ആ യഥാർത്ഥ ഒരു ക്ലിപ്പ് വന്നായിരുന്നല്ലോ, ആ ഹെൽത്ത് മിനിസ്റ്റർ ആ ഒരു ഡോക്ടറെ വഴക്ക് പറയുന്ന ക്ലിപ്പ്. ഞാൻ പ്രൊട്ടസ്റ്റിൻ്റെ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു, ഈ ക്ലിപ്പ് ഞാൻ കണ്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ടത്. ആ ഒരു പാർട്ട് കണ്ടപ്പോഴത്തേക്ക് ഒരു ദേഷ്യവും വിഷമവും ഒക്കെ വന്നു. അത് നിങ്ങൾ കണ്ടില്ലാത്തവർ നിങ്ങൾ യൂട്യൂബിൽ പോയി കാണണം. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഒരു മിനിസ്റ്റർ പെരുമാറുന്ന രീതി, അദ്ദേഹം ഇങ്ങനെ ഒപ്പിലോട്ട് കയറി വരുന്നു, ഇല്ല എന്താണില്ല മാടമ്പിത്തരം എന്നൊക്കെ പറയുന്ന പോലെ എവിടെ CMO എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ CMOൻ്റെ ആ കൈ പോക്കറ്റിൽ നിന്ന് കൈ എടുത്ത് മാറ്റാൻ പറയുന്നു, നിൽക്കുന്നതിന് മിണ്ടരുതെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ പെരുമാറരുത് എന്നുള്ളതിൻ്റെ ഒരു വളരെ ഉത്തമ ഉദാഹരണമായിരുന്നു ഞാൻ കണ്ടത്. ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു മനുഷ്യൻ അല്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു വണ്ടി ഇടിക്കുമ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി, ഇപ്പം അവൻ്റെ എതിർവശത്തെ ആളുടെ കയ്യിലാണ് തെറ്റെങ്കിൽ കൂടി നമ്മൾ പുറത്തിറങ്ങി അയാളെ ചീത്ത വിളിക്കുകയോ അയാളുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുകയോ അല്ല വേണ്ടത്. അവിടെയാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലേ, മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. നമ്മൾ ഇറങ്ങി ഇരുന്നിട്ട് തട്ടി, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, വാട്ട് നെക്സ്റ്റ്? അതൊരു അപകടമാണ്, ചിലപ്പോൾ അറിയാതെ പറ്റിയതായിരിക്കാം, കുഴപ്പമില്ല, നമുക്ക് ഇൻഷുറൻസോ എന്താണ്. അപ്പം ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളൊരു സംഭവം നമ്മളെല്ലാവരും ജീവിതത്തിൽ പാലിക്കണം. അത് മസ്റ്റായിട്ടും അത് വളരെയധികം മിസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമായി തോന്നിയത് ആ ഒരു ഡോക്ടറിൻ്റെ അവസ്ഥയാണ്. നമ്മൾ ഈ ഒരു ഫെറ്റേണിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ടും ഒരു ഹെൽത്ത് സർവീസിൽ 7 വർഷത്തോളം വർക്ക് ചെയ്തതുകൊണ്ടും എനിക്കറിയാം ഓരോ ഹെൽത്ത് സർവീസിലെ ഡോക്ടർമാരും അണ്ടർഗോ ചെയ്യുന്ന ആ ടെൻഷനെ കുറിച്ച്. ഇതിനെ മുന്നേ ഞാൻ പണ്ടൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിരുന്നു. കാരണം അവരുടെ വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ വർക്ക് ചെയ്ത ഒരു 6 വർഷത്തോളം ലീവ് തന്നെ വളരെ കുറച്ചെടുത്ത് ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കില്ല. കാരണം ഇപ്പം ഒരു ഗൈനക്കോളജിനെ സംബന്ധിച്ചോളം പ്രസവിക്കാൻ കിടക്കുന്ന രോഗി എപ്പം പ്രസവിക്കുമ്പോഴല്ലേ നമുക്ക് പോകാൻ പറ്റൂ, പ്രത്യേകിച്ച് ഒരു ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ. ഇപ്പം നമുക്ക് ഓവർ കൊടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലാകുമ്പോൾ ശരി, പക്ഷേ ഒരു താലൂക്ക് ആശുപത്രികളൊന്നും അതില്ല. നമ്മളൊരാൾക്ക് ഡെയിലി ഒരു 10 മണിക്ക് രാവിലെ പെയിൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ടൈം 3 മണി വരെയാണ്, 3 മണിക്ക് മുന്നേ പ്രസവിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 6 മണിക്കും 7 മണിക്കും വരെയൊക്കെ നിന്നിട്ടായിരിക്കും നമ്മൾ രാത്രികളിൽ ഒരു മയവും ഇല്ലാതെ ആയിരിക്കും രാത്രികളിൽ വരുന്നത്. ഇതൊന്നും നമുക്ക് ഡ്യൂട്ടി ടൈമിൽ ഒന്നും കൂടാറില്ല. ഇതിനൊന്നും നമുക്ക് 1 രൂപ പോലും റെന്യൂമറേഷൻസ് നമുക്ക് ഗവൺമെൻറ്റോ തരാറില്ല. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രെറ്റേണിറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്നവരൊക്കെ അനുഭവിക്കുന്ന ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് നടക്കുന്നത്. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ? പേയ്മെൻറ്റ് കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അതും നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിഞ്ഞോളാം. എനിക്ക് തോന്നുന്നു ഹെൽത്ത് സർവീസിലെ ഏറ്റവും സീനിയറായിട്ട് ഒരു വ്യക്തി, അതായത് റിട്ടയർ ആവാൻ പോകുന്ന ഏറ്റവും മുകളിലത്തെ പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിക്കാണ് ചിലപ്പോൾ 2 ലക്ഷത്തിൽ താഴെയാണ് ശമ്പളം. അതായത് ഒരു 30-35 വർഷം സർവീസുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം കയറുന്ന IT പ്രൊഫഷണൽ കയറുന്ന ഒരു 1.5 ലക്ഷം രൂപ മിനിമം ശമ്പളം കിട്ടുന്നവരാണ് മിക്കവരും. 1 ലക്ഷത്തിന് മുകളിലും മിക്കവർക്കും ശമ്പളമുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഫെറ്റേണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അത്രയും അണ്ടർ പേ ചെയ്ത്, അപ്പം ആൾക്കാരെന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഭയങ്കര പേയ്മെൻ്റ് ആണ്, ഭയങ്കര കാശ് കിട്ടുന്നവരാണ് അവർ, അതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവർക്ക് ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നല്ല ഷർട്ടും നല്ല പാൻസും ഇട്ടേ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. പക്ഷെ ആ നല്ല ഷർട്ടും നല്ല പാൻസും ഇടാൻ തന്നെ ഉള്ള എമൗണ്ട് പോലും നമുക്ക് ആ ശമ്പളത്തിൽ നിന്ന് നമുക്ക് തികയത്തില്ലായിരുന്നു. ഞാൻ വന്ന് 55,000 രൂപയായിരുന്നു 2017. 2020-21 എനിക്ക് ആ റേഞ്ചാണ്. ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ 23-ൽ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് കൈ കിട്ടിക്കൊണ്ട് 63,000 രൂപയാണ്. മനസ്സിലായില്ലേ? അപ്പം 63,000 രൂപ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര രൂപ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഈ 63,000 കിട്ടാൻ വേണ്ടി ഞാൻ പഠിച്ചത് ഏകദേശം 9 കൊല്ലമാണ് ഞാൻ പഠിച്ചത്. 9 കൊല്ലം. ഇതിൻ്റെ ഇടയിലുള്ള ഈ എൻട്രൻസ് പാസ്സാവാനുള്ള വർഷങ്ങൾ കൂട്ടാതെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 9 കൊല്ലം ഒരു 14-15 മണിക്കൂർ വർക്ക് ചെയ്യും പഠിച്ചിട്ടാണ് ഈ 60,000-65,000 രൂപ ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അത്രയും അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള, ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് അവരെടുക്കുന്നത്. ബാക്കിയുള്ളതിന് സ്ട്രെസ് ഇല്ലെന്നല്ല, പക്ഷേ ഈ ഒരു കൂട്ടർക്കും സ്ട്രെസ്സുണ്ട്, അണ്ടർ പെയ്ഡാണ്. അപ്പം അവരുടെ മുകളിൽ ബുള്ളി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പം
ഇതൊരു മെസ്സേജും കൂടെ കൊടുക്കുകയാണ്. അപ്പം എന്താണ്, ഒരു ഹെൽത്ത് മിനിസ്റ്റർ വന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒരാളെ ബുള്ളി ചെയ്യാമെങ്കിൽ, എന്നാൽ എന്തുകൊണ്ട് ലോക്കൽ ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് ബുള്ളി ചെയ്തുകൂടാ? അവർ ചോദിക്കും ഹെൽത്ത് മിനിസ്റ്റർ വന്ന് ബുള്ളി ചെയ്യുന്നത്, ഞാൻ പോയി എനിക്ക് ചൂടായിക്കൂടി, എനിക്ക് അവിടെ പ്രശ്നം ഉണ്ടായിക്കൂടി. പക്ഷെ അങ്ങനെയാണോ ഒരു ലീഡർ ബാക്കിയുള്ളവർക്ക് വഴികാട്ടിയാവേണ്ടതെന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. അത് കൊടുത്ത വിഷയം ഞാൻ വായിച്ചപ്പോൾ വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻ ഒരു രോഗിക്ക് കൊടുക്കാത്തതിനാണ്, കാഷ്വാലിറ്റി വെച്ചിട്ട്. അതുമൊക്കെ കഷ്ടമാണ്. കാഷ്വാലിറ്റി വരുന്നത് മിക്കവരും പ്രഷറിൻ്റെ ഗുളിയും ഇതൊക്കെ മേടിക്കാൻ ലേറ്റ് ആവുന്നെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് റൊട്ടീൻ കിട്ടുന്ന പ്രഷറിൻ്റെ ഗുളികയ്ക്ക് വന്നു, അന്ന് അവധി ദിവസമായിരുന്നു, കാഷ്വാലിറ്റി കാണിക്കാൻ പറഞ്ഞു. കാഷ്വാലിറ്റിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ കാണുന്ന സ്ഥലത്ത് പേഷ്യൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഷറിൻ്റെ ഗുളികയ്ക്ക് വന്ന ആൾക്ക് അത് എളുപ്പത്തിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാകും. അപ്പോഴാണ് എനിക്ക് വേറൊരു പേഷ്യൻ്റ് പറഞ്ഞത്, അവർ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ കുട്ടിക്ക് ഏഴ് ആഴ്ച ആയപ്പോഴത്തേക്ക് വളരെ പ്രഷ്യസ് പ്രഗ്നൻസിയാണ്, അവർക്ക് ബ്ലീഡിങ് ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഒന്നും ചെയ്യാനില്ല, ഇത് നോർമലി ഉണ്ടാകുന്നതാണ്, ഇതിനെ ത്രെട്ടൺ മിസ്കാരേജ് എന്നാണ് പറയുന്നത്, ഇത് അബോർഷനായി പോകാനുള്ള സാധ്യതയുണ്ട്, അബോർഷൻ ആവുകയാണെങ്കിൽ ബ്ലീഡിങ് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലോട്ട് വിടുക ചെയ്തു. നമ്മുടെ നാട്ടിൽ തന്നെ ചിന്തിക്കാൻ പറ്റൂ, ഒരു ഗർഭിണി, അതും പ്രഷ്യസ് പ്രഗ്നൻസി, ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ പറയുകയാണ് അബോർഷൻ ആവണമെങ്കിൽ അബോർഷൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ? ഇത് ലണ്ടനിലെ വലിയൊരു ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫ് നഴ്സിനുണ്ടായ കാര്യമാണ്. വേറെയും കുറേ ഉണ്ട്. AMH.5, അതായത് ഓവറിയിൽ റിസർവ് തീരെ ഇല്ലാത്ത ഒരു കുട്ടിക്ക് IVF സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് 2016 സെപ്റ്റംബറിലോട്ടാണ്. അപ്പം അതാണ് നമ്മുടെ പുറത്തുള്ള ഹെൽത്ത് സിസ്റ്റവും നമ്മുടെ ഹെൽത്ത് സിസ്റ്റവും തമ്മിൽ. നമുക്ക് ഒരു പെയിനോ ഒരു ബ്ലീഡിങ്ങോ ആയിട്ട് ഗവൺമെൻറ് സർവീസ് ചെല്ലുകയാണെങ്കിൽ ഫ്രീ സൗജന്യ ചികിത്സ കിട്ടുകയാണ് ഗവൺമെൻറ് സർവീസ്. ഗവൺമെൻറ് അതൊന്ന് ആലോചിച്ച് പോകുക, ആ ദിവസം തന്നെ കിട്ടുകയാണ്, ആ നിമിഷം തന്നെ കിട്ടുകയാണ്. ഇതൊന്നും പുറത്ത് ഒരു രാജ്യത്തും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇത്രയും അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള ഒരു വർഗം അവരുടെ ലൈഫ് കളഞ്ഞിട്ട് അവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്റ്റ് തന്നെ. അങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുത്ത് ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. ഇത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിനി ആവർത്തിക്കാതിരിക്കട്ടെ.